രാധേകൃഷ്ണ, ഇന്നത്തെ താങ്കളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 9 ഓഫ് കപ്സ് എന്ന മൈനർ ആർക്കാന കാർഡാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി സാമ്പത്തിക ഭദ്രതയും സമൃദ്ധിയും സ്വയം പര്യാപ്തതയൊക്കെ നേടി ആത്മവിശ്വാസത്തോടെ സമാധാനത്തിലിരിക്കുന്ന എനർജിയാണ് ഇന്നെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ അച്ചടക്കത്തോടെ ആത്മനിയന്ത്രണത്തോടെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. ക്ഷമയോടെയും ദീർഘകാല ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാനും സ്വന്തം മേഖലകളിൽ ഒരു വിലയിരുത്തൽ നടത്താനും വേണ്ടി വന്നാൽ ഒരു പുനർചിന്തനം നടത്തി അതിന് അപ്ഡേറ്റ് ചെയ്യുകയും അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ കാത്തിരുന്നാൽ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടി വരുമെന്നാണ് ഗൈഡൻസ് ആയിട്ട് പറയുന്നത്. അങ്ങനെ പോസിറ്റീവായി ചിന്തിച്ച് ക്ഷമയോടെ വേണ്ട മാറ്റങ്ങൾ വരുത്തി കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചപ്പോൾ വന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. സുരക്ഷിതമായ ദീർഘകാല നിക്ഷേപത്തിൽ ഫോക്കസ് ചെയ്യാനും നിങ്ങളുടെ അടിത്തറ സ്ട്രോങ് ആക്കി കുടുംബത്തെയും ചേർത്ത് നിർത്തുവാനാണ് ശ്രദ്ധിക്കുവാനാണ് ഇന്നത്തെ യൂണിവേഴ്സ് മെസ്സേജ് പറയുന്നത്. ഓവറോളായി നിലവിലെ സന്തോഷം നിലനിർത്താൻ ഇതുവരെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായി നിങ്ങൾ നേടിയെടുത്ത സമൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും നിലനിർത്താൻ നിങ്ങൾ ധൃതി കാണിക്കാതെ ക്ഷമയോടെ കാത്തിരിക്കാനും വേണ്ടി വന്നാൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഭാവിയിലേക്കുള്ള സാമ്പത്തികവും കുടുംബപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകാനാണ് ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് മെസ്സേജായിട്ട് പറയുന്നത്. താങ്ക് യു.